നമസ്കാരം. കരുണാകരപുത്രി പത്മജയ്ക്ക് പിന്നാലെ മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരിക്കുകയാണ്. ഇവർക്ക് പുറമെ 18 കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഇവരെല്ലാം BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയും BJPയിലേക്ക് വരുമെന്ന നേതൃത്വം പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല. കോൺഗ്രസ് വിട്ടുവന്നവർക്ക് എന്തുകൊണ്ടാണ് BJP സ്വീകാര്യമാകുന്നത് എന്നതാണ് ആദ്യം മതേതര കേരളം ചിന്തിക്കേണ്ടത്. BJPയിലേക്ക് പോകാൻ അവസരം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നോക്കി നിലപാട് പ്രഖ്യാപിക്കാനാണ് അവരും കാത്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ വ്യാപകമായ പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് അടിത്തറ സൃഷ്ടിച്ച 2 മുൻ മുഖ്യമന്ത്രിമാരാണ് കരുണാകരനും ആന്റണിയും. ഇവരുടെ മക്കളിലൂടെയാണ് കേരളത്തിലെ ഓപ്പറേഷൻ താമരയ്ക്ക് BJP തുടക്കമിട്ടത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ചാനൽ മുഖം കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെയും BJP ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നതാണ്. ഇതേക്കുറിച്ച് ഒരു BJP നേതാവിനോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി, അച്ചു ഉമ്മൻ അനുകൂലമായി പ്രതികരിച്ചാൽ തീർച്ചയായും BJP അവർക്ക് വലിയ പരിഗണന നൽകും എന്ന് തന്നെയാണ്. ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടി BJP പാളയത്തിൽ എത്തിയാൽ അതിനേക്കാൾ വലിയ പ്രഹരം കോൺഗ്രസിന് വേറെ ലഭിക്കാനുണ്ടാകില്ല. പത്മജയ്ക്കെതിരായ പരാമർശം മുൻനിർത്തി പാർട്ടി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം BJP പ്രവേശനമാണോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഇപ്പോൾ സജീവമാണ്. പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയാണ് സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തിരിഞ്ഞിരുന്നത്. BJPയെ സംബന്ധിച്ച് അവർ പ്രധാനമായും കേരളത്തിലും ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് നേതാക്കളെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ എത്തുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 2026-ൽ UDFന് സംസ്ഥാന ഭരണം പിടിക്കാൻ കൂടി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ UDF എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുമെന്ന വിലയിരുത്തലും BJP ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് CPMനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രതിയോഗി എന്ന നിലയിലുള്ള ഒരു വളർച്ചയാണ് BJP ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനെ പിളർത്തി ഒരു വിഭാഗത്തെ BJPക്കൊപ്പം കൂട്ടുകയാണ് അതിന് എളുപ്പവഴിയെന്ന് ദേശീയ നേതൃത്വവും കരുതുന്നു. CPMൽ നിന്നോ മറ്റ് ഇടതു പാർട്ടികളിൽ നിന്നോ നേതാക്കളെ അടർത്തിയെടുക്കുക അത്ര എളുപ്പമല്ലെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നതും BJP നേതാക്കൾക്ക് തന്നെയാണ്. കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ CPM പുറത്താക്കിയ നേതാവിനെ BJP സ്വീകരിച്ചാൽ അതൊരിക്കലും BJPക്ക് നേട്ടമായി മാറുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേഡർ സെറ്റപ്പും പ്രത്യയശാസ്ത്ര നിലപാടുമെല്ലാം കാവ്യരാഷ്ട്രീയത്തിന്റെ സ്വപ്നങ്ങൾക്ക് എതിരാണെന്നാണ് വൈപ്പ്. കേരളത്തിൽ ഏറ്റവും അധികം ഹൈന്ദവർ അണിനിരക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും CPM. ഈ കോട്ട തകർക്കാതെ BJPക്ക് ഒരിക്കലും കേരളത്തിൽ വളരാനും കഴിയില്ല. CPMനെ ലക്ഷ്യമിട്ടിട്ട് ഒരു കാര്യവുമില്ലെന്ന ബോധ്യത്തിലാണ് കോൺഗ്രസിന് ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. നേതാക്കളിൽ കേന്ദ്രീകൃതമായ പാർട്ടിയായതിനാൽ ഏത് കോൺഗ്രസ് നേതാവിനെ ലഭിച്ചാലും നേതാക്കളുടെ മക്കളെ ലഭിച്ചാലും BJPക്ക് അത് നേട്ടം തന്നെയാണ്. ഇത്തരം ഘട്ടത്തിൽ ചോരാൻ പോകുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ്. 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ BJPക്കാണ് കാര്യങ്ങൾ എളുപ്പമാവുക. കോൺഗ്രസിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ അത്തരം ഒരു വിജയം BJPക്കും അനിവാര്യമാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയോ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരോ വിജയിക്കണമെന്നത് BJPയുടെ പരമപ്രധാന ലക്ഷ്യമാണ്. ഈ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ടുകൾ ചോർത്താനാണ് BJP പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പത്മജയെയും തമ്പാനൂർ സതീഷിനെയും പാർട്ടിയിൽ എത്തിച്ചതും അതിനുവേണ്ടിയാണ്. ഇതിനു പുറമെ വടകരയിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുക എന്നതും BJPയുടെ മറ്റൊരു അജണ്ടയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ താമര വിരിയുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്.